ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഗുജറാത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിൽ വീതം വിജയം നേടിയിരിക്കുകയാണ് ബി.ജെ.പിയും എ.എ.പിയും. കാടി, വിസാവദർ സീറ്റുകളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ കാടിയിൽ ബി.ജെ.പിയും വിസാവദറിൽ എ.എ.പിയും വിജയിച്ചു. രണ്ടും അതത് പാർട്ടികളുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും വിസാവദറിലെ എ.എ.പി അംഗമായിരുന്ന ഭൂപേന്ദ്രഭായ് ഖണ്ഡുഭായ് രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. കാടി സീറ്റിൽ 39,452 വോട്ടിന്റെ വിജയമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി രാജേന്ദ്ര ചാവുഡ നേടിയത്. ബി.ജെ.പിക്ക് ആകെ 99,742 വോട്ടുകൾ ലഭിച്ചപ്പോൾ 60,290 വോട്ടുകളുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേഷ് ഭായ് ചാവുഡ രണ്ടാമതും 3,090 വോട്ടുകൾ മാത്രം നേടിയ ആം ആദ്മി പാർട്ടിയുടെ ജഗദീഷ് ചാവ്ദ മൂന്നാം സ്ഥാനത്തുമെത്തി. ബി.ജെ.പി അംഗമായിരുന്ന കർഷകൻ സോളങ്കിയുടെ മരണത്തെ തുടർന്നാണ് ഈ സീറ്റിൽ ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. സംവരണ മണ്ഡലമായ കാടി പരമ്പരാഗതമായി ബി.ജെ.പി ശക്തി കേന്ദ്രമാണ്. എന്നിരുന്നാലും 2 തവണ മണ്ഡലത്തിൽ കോൺഗ്രസും വിജയിച്ചിട്ടുണ്ട്. 2017 കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്ത ബി.ജെ.പി 22ലും വിജയം തുടരുകയായിരുന്നു. ഇത്തവണ ബി.ജെ.പിയോട് തോറ്റ ഭായ് ചാവുഡ 2012 കോൺഗ്രസിനു വേണ്ടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നാണ് എ.എ.പി വിസാവദർ സീറ്റ് പിടിച്ചെടുത്തത്. മണ്ഡലത്തിലെ എ.എ.പിയുടെ ആദ്യ വിജയം കൂടിയായിരുന്നു ഇത്. എ.എ.പിക്ക് വേണ്ടി മത്സരിച്ച ഭൂപേന്ദ്രഭായ് കേവലം 7,063 വോട്ടുകൾക്കായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. സിറ്റിംഗ് എം.എൽ.എ കൂറുമാറിയെത്തിയ സാഹചര്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം പിടിച്ചെടുക്കാമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രതീക്ഷ. അത് തകർത്തുകൊണ്ടാണ് എ.എ.പി സീറ്റ് നിലനിർത്തിയിരിക്കുന്നത്. എ.എ.പിക്ക് വേണ്ടി മത്സരിച്ച ഗോപാൽ ഇറ്റാലിയ 17,554 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി കൃതി പട്ടേലിനെതിരെ വിജയിച്ചിരിക്കുന്നത്. എ.എ.പി 75,942 വോട്ടും ബി.ജെ.പി 58,388 വോട്ടും നേടി. അതേസമയം കഴിഞ്ഞ തവണ 16,963 വോട്ട് നേടിയ കോൺഗ്രസിന് ഇത്തവണ നേടാനായത് 3,000-ൽ പരം വോട്ടുകൾ മാത്രമാണ്.